2024 ഏപ്രിൽ മാസം 18-ന് കർണാടകയിലെ ഹൂബ്ലിയിൽ 23 വയസ്സുള്ള നേഹ അവിടെയുള്ള KLE യൂണിവേഴ്സിറ്റിയിൽ MCA ഒന്നാം വർഷ വിദ്യാർത്ഥിയായിരുന്നു. സെമസ്റ്റർ എക്സാം നടക്കുന്നതിനാൽ പതിവ് പോലെ അന്നും കോളേജിലെത്തിയ നേഹ അവളുടെ കൂട്ടുകാരുമായി കുറച്ച് സമയം സംസാരിച്ചതിന് ശേഷം അവളുടെ എക്സാം ഹാളിലേക്ക് പോയി. സമയം ഇപ്പോൾ വൈകുന്നേരം 3:30 എക്സാം എഴുതി കഴിഞ്ഞ് അവൾ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങി വീട്ടിലേക്ക് പോകാൻ വേണ്ടി കോളേജ് ക്യാമ്പസിലൂടെ നടന്നു പോകുന്ന നേരം ഇപ്പോൾ അവളുടെ ഓപ്പോസിറ്റ് ഒരാൾ വന്നു നിന്നു അവളെ വഴി തടഞ്ഞു. മുഖം മൂടി ധരിച്ചിരുന്ന ആ ആളെ കണ്ട നേഹ ദേഷ്യപ്പെടാൻ തുടങ്ങി. ഉടൻ തന്നെ അവൾ അവിടെ നിന്ന് പോകാൻ ശ്രമിച്ചു. എന്നാൽ അവൻ അവളെ തടഞ്ഞു നിർത്തി സംസാരിച്ചു. കുറച്ച് നിമിഷത്തിനുള്ളിൽ തന്നെ ഇരുവരും തർക്കിക്കാൻ തുടങ്ങി. തർക്കം തുടങ്ങി 2 മിനിറ്റിനുള്ളിൽ തന്നെ അവൻ ഒളിപ്പിച്ചു വെച്ച കത്തിയെടുത്ത് നേഹയുടെ വയറ്റിൽ കുത്തി. അങ്ങനെ അവൾ നിലത്ത് വീണ് സഹായത്തിനായി നിലവിളിച്ച് കരയാൻ ആരംഭിച്ചു. നേഹയുടെ ശബ്ദം കേട്ട് മറ്റ് വിദ്യാർത്ഥികളും അവിടുത്തെ സ്റ്റാഫുകളും അവളുടെ അടുത്തേക്ക് ഓടി. അവർ അവരുടെ അടുത്തേക്ക് എത്തുന്നതിന് മുമ്പ് അവൻ അവളുടെ കഴുത്തിലും നെഞ്ചിലും ഒരു ഭ്രാന്തനെ പോലെ പലതവണ കുത്തി. അപ്പോൾ ഓടി വന്നവർ അവനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോൾ രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന നേഹയെ കോളേജിലെ ആംബുലൻസിൽ കിംസ് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ ഡോക്ടർമാർക്ക് നേഹയെ രക്ഷിക്കാൻ സാധിച്ചില്ല. 23 വയസ്സുകാരിയായ നേഹ വളരെ ദയനീയമായ രീതിയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. നിരഞ്ജൻ ഹെരേമത്ത് കർണാടകയിലെ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ കൗൺസിലറാണ്. അദ്ദേഹത്തിൻ്റെ മകളാണ് ഇപ്പോൾ മരണപ്പെട്ട നേഹ. ഇത് കാരണം പോലീസിന് വളരെ കനത്ത രീതിയിൽ സമ്മർദ്ദവും വന്നു ചേർന്നു. കൊലപാതകം നടന്ന് 30 മിനിറ്റിനുള്ളിൽ തന്നെ അന്വേഷണം ആരംഭിച്ച പോലീസ് കോളേജിലെ ക്രൈം സീനിലെത്തി. കൊലപാതകത്തിൻ്റെ മുഴുവൻ ദൃശ്യങ്ങളും കോളേജിലെ CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞിരുന്നു. പോലീസും അവിടുത്തെ കുറച്ച് കോളേജ് സ്റ്റാഫുകളും ഈ ദൃശ്യങ്ങൾ കണ്ടു. അങ്ങനെ കാണുമ്പോൾ ആ കില്ലർ ആരാണെന്ന് മനസ്സിലായി. അതെ, അവൻ്റെ പേര് ഫിയാസ്. അതേ കോളേജിൽ തന്നെ MCA പഠിക്കുകയായിരുന്നു. നേഹയുടെ ക്ലാസ്മേറ്റുമായിരുന്നു. എന്നാൽ ഒരു 6 മാസം മുമ്പ് അവൻ്റെ പഠനം നിർത്തിയിരുന്നു. അങ്ങനെ സ്റ്റുഡൻസ് റെക്കോർഡ്സിൽ നിന്നും അവൻ്റെ ഫോൺ നമ്പറും വിലാസവും പോലീസ് ശേഖരിച്ചു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ തന്നെ അവനെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തു. ഉടൻ തന്നെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കി റിമാൻഡിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അനുവാദം ചോദിച്ചു. ജഡ്ജിയോട് അവൻ നേഹയെ ലവ് ചെയ്തുവെന്നും പ്രപ്പോസ് ചെയ്തപ്പോൾ റിജക്റ്റ് ചെയ്തുവെന്നും പറഞ്ഞു. അങ്ങനെ എങ്ങനെയെങ്കിലും അവളെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചതിനെ തുടർന്ന് പ്രണയാഭ്യർത്ഥന നടത്തി. അവൻ്റെ പ്രണയം സ്വീകരിക്കാൻ പറഞ്ഞ് അവളെ നിർബന്ധിപ്പിച്ചു. എന്നാൽ അവസാനം വരെയും അവൾ എൻ്റെ പ്രണയം സ്വീകരിക്കാത്തതിനാൽ ദേഷ്യം വന്ന് അവളെ കൊല ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ അവൻ പറഞ്ഞതെല്ലാം തന്നെ നുണയാണെന്നും കൊല ചെയ്യാനുള്ള കാരണം മറ്റൊന്നാണെന്നും പറഞ്ഞ് അന്ന് വൈകുന്നേരം കർണാടകയിലുടനീളം പ്രതിഷേധങ്ങൾ നടക്കാൻ തുടങ്ങി. കൊല ചെയ്യപ്പെട്ടത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ മകൾ, അതും അയാൾ ഒരു ഭരണകക്ഷിയിലെ അംഗം കൂടിയായതിനാൽ മറ്റു പാർട്ടിയിലെ ആളുകൾ നാട്ടിലെ ക്രമസമാധാനം ശരിയല്ലെന്നും മാധ്യമങ്ങളോട് പറയാൻ ആരംഭിച്ചു. അതേസമയം ഹിന്ദു മതത്തിൽ നിന്നുള്ളവർ അവരുടെ മതത്തിലെ പെൺകുട്ടികൾ സുരക്ഷിതരല്ലെന്നും പറഞ്ഞു തുടങ്ങി. പല വിവാദങ്ങളും പ്രചരിപ്പിക്കാൻ തുടങ്ങി. അതിൽ കുറച്ചു പേർ പറഞ്ഞു കൊലപാതകം ചെയ്തവൻ ഒരു മുസ്ലിം ആയതിനാൽ ഇതൊരു ലവ് ജിഹാദ് പ്രശ്നമാണെന്ന്. മീഡിയയിൽ ഇത് വലിയൊരു വാർത്തയായി. ഇപ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറഞ്ഞുകൊണ്ട് ഏപ്രിൽ 19-ന്, അതായത് കൊലപാതകം നടന്ന് അടുത്ത ദിവസം കർണാടകയിലെ മുഖ്യമന്ത്രി ഒരു പത്രസമ്മേളനം നടത്തി. അതിൽ നേഹ കൊലപ്പെട്ടിരിക്കുന്നത് വ്യക്തിപരമായ കാരണത്താലാണെന്നും അതിൻ്റെ പേരിൽ നാട്ടിലെ ക്രമസമാധാനം തകർക്കുന്ന തരത്തിൽ ആരും പെരുമാറരുതെന്നും പറഞ്ഞു. അതിനുശേഷം കർണാടകയിലെ ആഭ്യന്തരമന്ത്രി കോളേജിൽ നടന്ന ഈ കൊലപാതകത്തിൽ കോളേജ് ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും ഇതിൻ്റെ പേരിൽ രാഷ്ട്രീയം കലർത്തരുതെന്നും പറഞ്ഞു. മാത്രമല്ല നേഹയും ഫിയാസും പരസ്പരം സ്നേഹിച്ചിരുന്നുവെന്നും കുറച്ച് ദിവസത്തിന് ശേഷം അവർ അവനിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. അതേ തുടർന്ന് അവന് ദേഷ്യം വന്നു. അങ്ങനെ അവളെ കൊലപ്പെടുത്തിയെന്നും ഇതിലെ ലവ് ജിഹാദ് നടന്നതിന് തെളിവുകളില്ലെന്നും അതിനാൽ ഇതൊരു മതകലാപമായി മാറ്റരുതെന്നും അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഇപ്പോൾ നേഹയുടെ അച്ഛൻ നിരഞ്ജൻ ഒരേ രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും പ്രസ്താവനകളെ എതിർത്ത് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന തൻ്റെ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കുന്ന തരത്തിലാണെന്നും അവരുടെ മകൾ ആ പയ്യനെ പ്രണയിച്ചിട്ടില്ലെന്നും പറഞ്ഞു. അവൻ നേഹയുടെ അടുത്ത് പ്രണയാഭ്യർത്ഥന നടത്തിയപ്പോൾ ഞാൻ വേറെ മതം, നീ വേറെ മതം എന്നും ഇത് എൻ്റെ ഫാമിലിക്ക് ഇഷ്ടപ്പെടുകയില്ലെന്നും പറഞ്ഞ് നിരസിച്ചു എന്നും അതുപോലെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് സത്യത്തിന് വിരുദ്ധമാണെന്നും ഇതിൽ ലവ് ജിഹാദിന് പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പിന്നെ ഇവരുടെ അഭിപ്രായങ്ങൾ യഥാർത്ഥത്തിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെയാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. അതേസമയം കൊല ചെയ്ത ഫിയാസിൻ്റെ പിതാവും ഒരു പത്രസമ്മേളനം നടത്തി. അവൻ പറഞ്ഞത് താൻ സ്കൂളിലെ ഒരു അധ്യാപകനായി ജോലി ചെയ്യുകയായിരുന്നു. ഒരു 8 മാസം മുമ്പ് നേഹയുടെ വീട്ടിൽ നിന്ന് ഒരു കോൾ വന്നു എന്നും അങ്ങനെ കോൾ വിളിച്ച നേഹയുടെ പേരൻസ് അവനോട് പറഞ്ഞത് നിങ്ങളുടെ മകൻ തുടർച്ചയായി അവരുടെ മകളുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്നു എന്നും ഭാര്യയുമായി തെറ്റിദ്ധാരണ കാരണം
കഴിഞ്ഞ 6 വർഷമായി വേർപിരിഞ്ഞ് താമസിക്കുന്നതിനാൽ തൻ്റെ മകൻ്റെ കാര്യങ്ങൾ ശരിക്കും ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. എന്നാലും നേഹയുടെ മാതാപിതാക്കൾ പറഞ്ഞതനുസരിച്ച് അവൻ ഫിയാസിനെ ശകാരിച്ചു. പക്ഷേ അവൻ അത് ഒന്നും ശ്രദ്ധിക്കാതെ നേഹയെ ശല്യപ്പെടുത്തുന്നത് തുടർന്നുകൊണ്ടിരുന്നു. വൈകുന്നേരം 6 മണിയോടെ ഫിയാസ് നേഹയെ കൊന്നതായി അറിഞ്ഞു. അതിനാൽ അവന് ശരിയായ ശിക്ഷ നൽകണമെന്നും ആ ശിക്ഷ ഇങ്ങനെ ചെയ്യാൻ ചിന്തിക്കുന്നവർക്ക് ഒരു പാഠമായിരിക്കണമെന്നും പറഞ്ഞു. അതുകൂടാതെ നേഹയുടെ കുടുംബത്തിനോട് മീഡിയയുടെ മുൻപിൽ വച്ച് മാപ്പും പറഞ്ഞു. എന്നാൽ ഇയാളുടെ ഭാര്യ, അതായത് കൊല ചെയ്ത ഫിയാസിൻ്റെ അമ്മ, മറ്റൊരു കഥ പറയാൻ തുടങ്ങി. ഏപ്രിൽ മാസം 20-ാം തീയതി ഫിയാസിൻ്റെ അമ്മ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് തൻ്റെ മകൻ്റെ പ്രണയം വൺ സൈഡ് ആയിരുന്നില്ല എന്നും നേഹയും അവനെ പ്രണയിച്ചിരുന്നു എന്നും അവളായിരുന്നു അവളുടെ ഫോൺ നമ്പർ അവൻ്റെ കയ്യിൽ കൊടുത്തതെന്നും രണ്ടുപേരും ഇടയ്ക്കിടയ്ക്ക് ഫോണിൽ സംസാരിക്കാറുണ്ടായിരുന്നു എന്നും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നേഹ പെട്ടെന്ന് അവനിൽ നിന്ന് അകലം പാലിക്കാനും തുടങ്ങിയതെന്നും അതിനുശേഷം ഒരു ദിവസം നേഹ അവനോട് പറഞ്ഞു നമുക്ക് ബ്രേക്കപ്പ് ചെയ്യാമെന്നും ഇത് കാരണം ഫിയാസ് വിഷാദത്തിലാവുകയും അങ്ങനെ കോളേജ് പഠനം മുടങ്ങുകയും ചെയ്തു എന്നും മാധ്യമങ്ങളുടെ മുൻപിൽ പറഞ്ഞു. മറ്റുള്ളവർ പറയുന്നത് പോലെ ഇതിൽ ലവ് ജിഹാദിന് പങ്കില്ലെന്നും അവൾ പറഞ്ഞു. അതിൻ്റെ കൂടെ എൻ്റെ മകൻ ചെയ്തത് തെറ്റാണെന്നും പറഞ്ഞ് കണ്ണീരോടെ ജനങ്ങളുടെ മുമ്പിൽ മാപ്പും പറഞ്ഞു. ഇപ്പോൾ കർണാടകയിൽ മുഴുവനും നേഹയ്ക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി കോളേജ് സ്റ്റുഡൻസ് മുഴുവൻ റാലി നടത്താൻ ആരംഭിച്ചു. കൂടാതെ ധാരാളം മതസമൂഹങ്ങളും ഒത്തുകൂടി കോളേജിൻ്റെ മുൻപിൽ പ്രതിഷേധവും നടത്തി. കലാപം തടയുന്നതിന് വേണ്ടി പോലീസ് കോളേജ് റോഡ് മുഴുവൻ ഉപരോധിച്ചു. അങ്ങനെ ഇത് വലിയ പ്രശ്നമാകാൻ ആരംഭിച്ചപ്പോൾ ഫിയാസിൻ്റെ കുടുംബത്തിലും പ്രശ്നത്തിലാകാൻ സാധ്യതയുള്ളതിനാൽ പോലീസ് ബെൽഗാം ജില്ലയിലെ അവരുടെ വീടിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റും സംരക്ഷണവും നൽകി. എന്തെങ്കിലും ഒരു കലാപം പോലും നടക്കാൻ പാടില്ലെന്ന് വിചാരിച്ച് ആ ഏരിയയിലുള്ള കെട്ടിടങ്ങളും ചെറിയ ചെറിയ കടകളും എല്ലാം അടച്ചിടുകയും ചെയ്തു. നേഹയുടെ പിതാവ് നിരഞ്ജൻ തൻ്റെ മകളെ കൊന്നവനെ അനുകൂലിച്ച് ഒരു വക്കീലും ഹാജരാകരുതെന്ന് പറഞ്ഞ് ലോയേഴ്സ് കൗൺസിൽ അഭ്യർത്ഥന നടത്തി. അവന് മരണശിക്ഷ ലഭിച്ചാലാണ് തൻ്റെ മകൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്ന് കരഞ്ഞു പറഞ്ഞു. ഇങ്ങനെ ഇരയ്ക്ക് നീതി ലഭിക്കുന്നതിനായിട്ട് പ്രതിഷേധങ്ങൾ നടക്കുമ്പോൾ മകൻ ചെയ്ത തെറ്റിനാൽ അവരുടെ മാതാപിതാക്കൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് മാപ്പ് പറയുമ്പോൾ ഭയാനകരമായ നിലയിൽ കുത്തിക്കൊല ചെയ്യപ്പെട്ട നേഹയുടെ ശരീരം ഹൂബ്ലിയിലെ സെമിത്തേരിയിൽ സംസ്കരിക്കപ്പെട്ടു. നമുക്ക് ഈ കേസിൽ നിന്ന് മതവും രാഷ്ട്രീയപരവുമായ കാര്യങ്ങൾ മാറി ചിന്തിക്കാം. പ്രണയപരാജയം സംഭവിച്ച ചില പെൺകുട്ടികൾ ആൺകുട്ടികളും ഒന്നുകിൽ അവരുടെ ജീവൻ അവർ തന്നെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ ബ്രേക്കപ്പിന് ശേഷം ജീവനായി സ്നേഹിച്ചവരുടെ ജീവൻ എടുക്കുന്നു. ഡിയർ ഫ്രണ്ട്സ്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾ പ്രണയിച്ചവരെ വിവാഹം ചെയ്യാൻ സാധിക്കാതെ വന്നാൽ, അതൊരു പെൺകുട്ടിയോ ആൺകുട്ടിയോ ആകട്ടെ, ദയവായി നിങ്ങൾ ഒരിക്കലും ബുദ്ധിമോശം കാണിക്കരുത്. കാരണം കുറച്ച് നാളുകൾക്ക് ശേഷം നിങ്ങൾ മുൻപോട്ട് പോകുന്തോറും മറ്റു കാര്യങ്ങളിൽ ഇടപഴകുന്നത് മൂലവും നിങ്ങൾ 1-2 വർഷത്തിനുള്ളിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം മറക്കും. കുറച്ച് നാളിന് ശേഷം ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കും, ഇതിനു വേണ്ടിയായിരുന്നോ ഇത്ര വിഷമിച്ചിരുന്നത് എന്ന്. കാരണം നിങ്ങൾക്ക് തീർച്ചയായും അതിനേക്കാളും മികച്ച ജീവിതം ലഭിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.